സൂറ സൂറ ഇത്തിരി വെള്ളം വിടുന്നേ. എന്താ മണക്കണേ? എന്താ മണക്കണ ഇവിടെ? ഒന്നുമില്ലേ? എന്ത് നിങ്ങള് ബിരിയാണി തിന്നല്ലേ? നിങ്ങൾ ഒറ്റക്ക് പോയി ബിരിയാണി തിന്നോ പോരാഞ്ഞ് എന്നെ ചീത്ത വിളിക്കാൻ വന്നേക്കാണ്. തലക്ക് പ്രാന്ത്. അനക്ക് ഇവിടുന്ന് ഒരു പൊട്ടമാണ്. അനക്ക് മനസ്സിലാവണില്ല ഇവിടെ ഇല്ല? അതാണോ? അത് എന്നുള്ളതല്ലേ? ഓ അത് ശരി. അതങ്ങനെ ശീലിച്ച് അത് തിരക്കേടില്ല. എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ പരിസരത്ത് ഈ കണ്ണിൽ കണ്ട വേസ്റ്റ് കൊണ്ടൊന്ന് കുന്നുകൂട്ടരുത്. കണ്ണിൽ കണ്ട അസുഖങ്ങൾ ഉണ്ടാവും. ഞാൻ എവിടെയാണ് കൊണ്ട് കുന്നുകൂട്ടിയത്? കൂട്ടിയിട്ടില്ല. എന്നാ പിന്നെ തോട്ടിലെ ആൾക്കാർ ഇത് കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഈ ആൾക്കാർ കണ്ണിൽ കണ്ട സാധനങ്ങൾ തോട്ടിൽ കൊണ്ടുവന്നിടുമ്പോൾ അതൊന്ന് തടയണം. നമ്മുടെ പരിസരത്തുള്ള തോടാണ്. മറ്റുള്ള ആൾക്കാർ വന്ന് പറയില്ല, നമ്മളെങ്കിലും പറയണോ? അയ്യോ പറയില്ലുണ്ടോ? ഞാൻ പറഞ്ഞപ്പോ എല്ലാരും കേൾക്കൂ. ഈ പറഞ്ഞ എന്താ കേൾക്കാത്ത? എൻ്റെ ഉമ്മർത്തുള്ള ഭാഗത്ത് എനിക്ക് പറയാൻ പാടില്ലേ? ഇക്ക എത്ര പേരോട് പറയും? ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ തറക്കി കണ്ട ഇവിടുത്തെ ഇപ്പോൾ പറഞ്ഞില്ല, ഇവിടെ കുന്നുകൂട്ടൻ്റെ ഇവിടുത്തെ വേസ്റ്റ് എന്താണ് ഈ എന്ത്? എവിടെ? തോട്ടിലാണ് ഈ ഇവിടുന്നത് അല്ലേ? അങ്ങനെ വരട്ടെ. പിന്നെ എനിക്ക് നാട്ടുകാരുടെ അടുത്ത് പറയാൻ പറ്റുമോ? ഇതല്ലേ എന്നോടൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടടി? വല്ല മാറ്റം എനിക്കൊക്കെ ഉണ്ടാവോ? ഈ ദുനിയാവ് അവസാനിക്കുന്നവരെ എനിക്കൊക്കെ മാറ്റം ഉണ്ടാവോ? പിന്നെ ഈ വേസ്റ്റ് ഒക്കെ എന്ത് കാണിക്കാനാണ് ഞാൻ? ഓ അത് ശരി. എനിക്കത് എന്താ ചെയ്യണ്ടെന്ന് അറിയാത്തതുകൊണ്ടാണ്. അത് ശരി. അന്നെ ഞാനത് പറഞ്ഞു പഠിപ്പിച്ചില്ല. അല്ലാണ്ട് സ്വയം മനസ്സിലാക്കാനുള്ള ബുദ്ധിബോധമില്ലല്ലോ. ഇവിടെ വന്നിരിക്കും, ഇവിടെ കുത്തിരിക്കും. നിങ്ങൾ വായോ, ഇവിടെ ഇരിക്കടി. ഞാൻ പറഞ്ഞാലായി. അതേ ഡേ, എൻ്റെയൊക്കെ ചെറുപ്പക്കാലത്ത് ഞങ്ങൾ ഈ പരിസരത്തുള്ള ആൾക്കാരൊക്കെ മുങ്ങി കുടിച്ചേരുന്ന സ്ഥലമാണ്. അലക്കലും തിരുമ്പലും ഒക്കെ. എന്താ ഈ കൈകൊണ്ട് ഇങ്ങനെ കാട്ടി? എനിക്ക് സംശയമുണ്ടോ? ആ തോട്ടില് ഇപ്പൊ കാണുന്ന തോടല്ല. ഇപ്പൊ കാണുന്ന എന്താണ്? കുറെ പ്ലാസ്റ്റിക് കുപ്പിയും പ്ലാസ്റ്റിക് ചാക്കും കോഴി വേസ്റ്റും കണ്ണി കണ്ട സാധനങ്ങളും എൻ്റെ കുടുംബത്തെയും സകല കുടുംബത്തെയും ഒക്കെ വേസ്റ്റും. അതല്ലപ്പ തോട്. എൻ്റെ വാപ്പ തോണി കുത്തി വന്നേരുന്ന തോടാണ്. നിങ്ങൾ എന്ത് വിടലാണ് കൈ വിടണത്? എടി അനക്ക് അനുഭവം ഇല്ലാത്തോണ്ടാണ് ഈ ജാതി വർത്താനം പറഞ്ഞത്. ഞങ്ങളുടെ എന്റെ പ്രായത്തിൽ എന്നുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു നോക്കി. അത്രയുള്ള തോട്ടില് വഞ്ചി അല്ല അതൊക്കെ കെട്ടി ചുരുക്കെടുത്താണ് അവരവരെ സ്ഥലമാക്കി മാറ്റി ഇപ്പൊ തോട്. അല്ലാണ്ട് ഇപ്പൊ തോടാണ് കാണുന്നത്, ചാലാണ്. എന്റെ സൂറ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഒരു കോല് താഴ്ചയിൽ ഒരു കുയ്യെടുത്താൽ അന്നന്നത്തെ വേസ്റ്റ് അതിലിടാ, എന്നിട്ട് അത് മൂടാ. അങ്ങനെ ഓരോ ദിവസം ഒരു 10-15 കുഴി ഇങ്ങനെ കുഴിച്ച് വരുമ്പോഴത്തേക്കും ആദ്യത്തെ കുഴി തുറക്കാം. അപ്പൊ ഈ പരിസരത്തൊന്നും ഇങ്ങനെ വേസ്റ്റ് കിടന്ന് ചീഞ്ഞ് നാറൂല്ല, രോഗങ്ങൾ ഉണ്ടാവില്ല. അന്നെ പോലുള്ള ഒരു 10 പെണ്ണുങ്ങളൊന്ന് മനസ്സ് വെച്ചാല് ഈ തോടും നാസാവൂല, ഈ പരിസരവും നാറൂല. അല്ലക്ക് നിങ്ങൾ എന്താണ് ഈ പറയണത്? ഈ കുടുംബത്തെ പണി തീർക്കാൻ സമയം കിട്ടണില്ല, പിന്നെയാണ് ഇനി പോയി തോട് നന്നാക്കാൻ പോണത്. ഞാൻ മാത്രമൊന്നുമല്ലല്ലോ ആ തോട് ചീത്തയേക്കണത്, നാട്ടുകാർ മുഴുവനും കൂടിയിട്ടല്ലേ. അതെ, പഞ്ചായത്തുകാരുടെ പണിയാണ്, അവരോട് പോയി പറയണം. അല്ലാതെ എൻ്റെ മക്കിട്ട് കയറാനല്ല വരേണ്ടത്. എന്നെ കെട്ടിക്കൊണ്ട് വരുമ്പോഴേ ആ തോട് അങ്ങനെ ആയിരുന്നില്ലേ? നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് അത് നന്നാക്കായിരുന്നല്ലോ, തോന്നില്ലല്ലോ? അപ്പൊ വാപ്പ വള്ളം കുത്തിയതൊക്കെ നിങ്ങൾ മറന്നുപോയാ? ഈ തോട് നന്നാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നെ കെട്ടിക്കൊണ്ട് വന്നത്, ആണാ? എന്താ നിങ്ങൾക്ക് ഉത്തരവില്ലാത്ത എന്താണ്? എടി ഉത്തരമില്ലാണ്ടല്ല, ഈ ജാതി വിവരമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് കൊണ്ടേനെ വെള്ളം പറ്റി വെറുതെ നമ്മുടെ ഊർജ്ജം കളയാന്നല്ലാണ്ട് എന്തിനാ ഞാൻ സംസാരിക്കണം? എന്നോട് കാണിക്കണ ആവേശമൊക്കെ ആ പഞ്ചായത്തുകാരോട് പോയി കാണിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ കഞ്ഞിയും കൂട്ടാനൊക്കെ വെക്ക്. നിങ്ങളുടെ പഴയ ഷർട്ട് ഇട്ടോണ്ട് ഞാൻ തൊഴിലുറപ്പെന്നും പറഞ്ഞ് ഈ നാട്ടിലെ തോടൊക്കെ നന്നാക്കിയിട്ട് വരാം. ഇനിയിപ്പോ എന്നോടും സംസാരിക്കാൻ വന്നിട്ട് കാര്യമില്ല, അതൊക്കെ മനസ്സിലായി. ഞാൻ പഞ്ചായത്തിലൊന്ന് പോയോക്കട്ടെ. ഈ പറഞ്ഞു കേട്ടിട്ടൊന്നല്ല, എന്റെ ഉത്തരവാദിത്വത്തിൽ പെട്ട കാര്യമാണ്. ഇക്കിന്റെ പരിസരം നന്നാക്കണല്ലോ. ഒന്ന് ചെന്ന് സംസാരിക്കട്ടെ. ഈ കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്ക്, എന്നിട്ട് വേണം പോവാൻ. എന്താണ് കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കാന്? വേസ്റ്റ് ഉണ്ടാവും ഓർത്തിട്ടേ തിന്നാനൊന്നും വച്ചില്ല. ബാ അങ്ങോട്ട് തരാ.